റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എ അസീസ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നടപടി ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചത്. എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഈ 11,000 രൂപ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ റേഷൻ വ്യാപാരം തുടങ്ങിയത്. EPS സ്ഥാപിച്ചുകൊണ്ടുള്ള റേഷൻ വ്യാപാരം കേരളത്തിൽ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ നമ്മളുടെ വേതനം പരിഷ്കരിക്കണമെന്ന നിരവധി തവണ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇടക്കാലത്ത് സംസ്ഥാനത്ത് നിപ്പയും പ്രളയവും പിന്നീട് കോവിഡ് മഹാമാരിയും വന്ന് കേരളമാകെ സാമ്പത്തികമായും മറ്റും വളരെയേറെ പിന്നോക്കം പോയ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനവിഭാഗങ്ങൾക്ക് 95 ലക്ഷത്തോളം വരുന്ന കാർഡ് ഉടമകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളും കിറ്റുകളും യഥാസമയം അവരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ 14,000 വരുന്ന റേഷൻ വ്യാപാരികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സപ്ലൈ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംയുക്ത സമരസമിതി നേതാക്കളായ കൊല്ലങ്കാവിൽ ജയശീലൻ, വിപിൻ മോഹൻ, ബുള്ളമീൻ, പറക്കുളം സലാം, ശശിധരൻ, സത്യശീലൻ പിള്ള, ഫസലുദ്ദീൻ കുറ്റിച്ചിറ, രതീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.